കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇന്ന് ലൈബ്രറി പോവാണ്. ഞാനും മാമിയും ശ്രുതി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓഗസ്റ്റിൽ എങ്ങാണ്ട് എടുത്ത ബുക്കായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾ ഇപ്രാവശ്യം എടുത്ത 2 ബുക്കുകളും ഞങ്ങൾക്ക് ഒട്ടും വായിക്കാനായിട്ട് പറ്റിയില്ല. കുറേ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി. സാധാരണ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് 1-2 ദിവസം കൊണ്ട് മാക്സിമം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർക്കാറുണ്ട്. പക്ഷെ ഇത് എന്താണാവോ, എന്നെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആവേശത്തിന്റെ പുറത്തെടുത്ത ബുക്കുകളായിരുന്നു കേട്ടോ ഈ കുന്തലതയും ശാരദയൊക്കെ. പക്ഷെ എനിക്ക് വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് തിരിച്ചു കൊടുത്ത് എന്തായാലും റിന്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോവാണ്. അങ്ങനെ ലൈബ്രറി എത്തിയിട്ടുണ്ട്. താഴെ ഒരു അംഗനവാടിയാണ് കേട്ടോ, മുകളിലാണ് നമ്മുടെ ലൈബ്രറി ഉള്ളത്. ആകെ കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. ആമി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 മണിക്ക് ശേഷം കാണട്ടെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോവാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടാവാറില്ല. സാധാരണ എല്ലാ മാസത്തിലും 2 ബുക്ക് വീതം വായിച്ച് അടുത്ത മാസം തന്നെ കൃത്യമായിട്ട് കൊണ്ടുകൊടുക്കണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് കൊണ്ടുകൊടുക്കുന്നത് കേട്ടോ. എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല. പക്ഷെ എന്തായാലും വായിച്ചിട്ട് ഞങ്ങൾക്ക് റെഡി ആവാത്തത് കാരണം കൊണ്ട് ഞങ്ങൾ അത് മാറ്റിയെടുക്കുകയാണ്. സാധാരണ ബുക്ക് തരയാൻ വേണ്ടി വരുമ്പോൾ ഒരുപാട് ലിസ്റ്റൊക്കെ ആയിട്ടാണ് ഇവർ ഏതൊക്കെ ബുക്കുകൾ തരയണം എന്നൊക്കെ. പക്ഷെ ഇന്ന് ഒരു ലിസ്റ്റും ഇല്ലാണ്ട് വന്നത്. പക്ഷെ ശ്രുതി വന്ന പാടെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട 2 ബുക്കുകൾ കിട്ടി. അതിന്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. റാം കെയർ ഓഫ് ആനന്ദിയും അതേപോലെ തന്നെ നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഇന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ആ ബുക്ക് എന്റെ കയ്യിലെത്തിയത്. മറ്റേത് ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഏതെടുക്കുന്നുള്ളത് കൺഫ്യൂഷനിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്രാവശ്യം ഒരു ലിസ്റ്റും ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും നല്ല ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം കൂടി ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഓർഡർ ചെയ്ത ബുക്ക് വീട്ടിലിരിക്കുന്നുണ്ട്. അതെങ്ങനെങ്കിലും വായിച്ച് തീർക്കാൻ വേണം. എന്നാലിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഒരുപാട് സമയമുണ്ട്. ഒരു ബുക്കല്ല, ഒരു 3-4 ബുക്ക് കിട്ടിയാലും വായിച്ച് തീർക്കാനുള്ള സമയമുള്ളത് കൊണ്ട് എന്തായാലും ഇപ്രാവശ്യം ഒരു ബുക്ക് ഞാൻ എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ള തെരച്ചിലാണ്. ഞങ്ങളെ കൂടെ തന്നെ ആമി ഇവിടുന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രുതി എപ്പോഴൊക്കെയാണ് ബുക്ക് എടുക്കുന്നത് അപ്പോഴൊക്കെ ഒരു ചെറിയൊരു ബുക്ക് ആമിക്കുട്ടി എടുക്കാറുണ്ട്. ഇപ്രാവശ്യം ശ്രുതിയുടെ കൂടെ തന്നെ ആമി വന്ന പാടൊരു ബുക്ക് എടുത്തു. അങ്ങനെ ഫൈനലി ഞാൻ എടുത്തത് സോമൻ കടലൂരിന്റെ പുള്ളിയൻ എന്നുള്ള ബുക്കാണ്. രണ്ടാമതീ കാണിച്ച ബുക്ക് ആമിക്കുട്ടി എടുത്തതാണ്. ഇത് എപ്പോൾ വായിച്ചു കഴിയുന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇത് എവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ പോണ വഴിക്ക് നമുക്കൊരു ചായക്കടയും കൂടി ഉണ്ട്. അപ്പൊ വരുമ്പോഴേ പ്ലാൻ ചെയ്തതായിരുന്നു ചായ കുടിക്കാൻ കയറാൻ. അങ്ങനെ ആമിയും ഭയങ്കര ആകാംക്ഷയിലാണ് പോകുന്നത്. പോയി കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായിച്ചാല് നല്ലോണം ലേറ്റ് ആയത് കാരണം കൊണ്ട് ഇന്ന് അവിടെ പ്രത്യേകിച്ച് സ്പെഷ്യലുകളൊന്നും ഇല്ല. അപ്പൊ ചായ ഒന്നും കിട്ടാത്തതിന്റെ സങ്കടമാണ് ഈ കാണുന്നത്. എന്തായാലും ഇനി അടുത്ത വട്ടം വരുമ്പോൾ അതും കൂടി റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതാ സ്കൂളിന്റെ മുന്നിൽ കൂടെ തന്നെയാണ് പോണത്. നേരത്തെ പോണ സമയത്ത് നമ്മൾ ഒരുപാട് സ്റ്റാഫിനെ കണ്ട് അവിടെ നിന്ന് സംസാരിച്ചതായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.